വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ആദ്യം തലസ്ഥാനത്തേക്കാണ്. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട ദില്ലി ജന്തർ മന്ദിറിൽ സിജെപിയുടെ പ്രതിഷേധം ശക്തമായി തുടരുന്നു. സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇന്നും ചർച്ച നടത്തുമെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിൽ സിജെപി ഉറച്ചു നിൽക്കുന്നതിനാൽ കേന്ദ്ര സർക്കാർ പ്രതിസന്ധിയിലാണ്. തുടർച്ചയായ രണ്ടാം ദിവസവും വീഡിയോ സന്ദേശവുമായി എത്തിയ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സിജെപി ഉയർത്തുന്നത്. അതേസമയം സർക്കാരുമായി ഡീലുണ്ടെന്ന ആരോപണം തള്ളി സോനം വാങ്ചുക് രംഗത്തെത്തി. अगर सौदा करना होता, डील करना होता तो क्या 26 दिन भूखे रहना पड़ता है? कितनों ने डील किए हैं, आपने देखा होगा. क्या वो इस तरह से डील करते हैं? क्या मैं आलीशान एयर कंडीशन कमरे में बैठ के डील सौदा नहीं कर सकता था? मुझे यहाँ दिल्ली की गर्मी में बाहर रोड साइड पर बैठकर डील करना पड़ता. धिक्कार है ऐसे देश पर जिसमें ऐसे दिमागों की उपज होती है, जिसमें से ऐसे नीच ख्यालात निकलते हैं. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്ന് 47 ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇവർക്കെതിരെ അച്ചടക്ക നടപടികൾ ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. ഇതിനിടയിൽ പരീക്ഷാ പേപ്പർ ചോർച്ചയും മറ്റു ക്രമക്കേടുകളും അന്വേഷിക്കുന്നതിനായി ദില്ലി പോലീസ് പ്രത്യേക കർമ്മസേനയെയും രൂപീകരിച്ചിട്ടുണ്ട്. രാജ്യ തലസ്ഥാനത്ത് ഇന്നും കർശന നിയന്ത്രണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് ആദിൽ. ഒരേയൊരു ലക്ഷ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. ആ ആവശ്യത്തിൽ നിന്ന് പിന്തിരിയാതെ മുന്നോട്ട് തന്നെ ശക്തമായി പോവുകയാണ് സിജെപി. മറുവശത്ത് കേന്ദ്രം വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നതെന്ന് തന്നെയാണ്. അതിനടക്കം എന്തൊക്കെ നടപടികൾ എടുക്കുന്നു, എന്തൊക്കെ നീക്കങ്ങൾ നടക്കുന്നു? വളരെ പ്രധാനപ്പെട്ട ചർച്ചകളിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ഉറച്ചു തന്നെ സിജെപി മുന്നോട്ട് പോകുന്നു. ഇന്ന് കേന്ദ്രമന്ത്രിമാരുമായി 3 മണിക്ക് വീണ്ടും ചർച്ചയുണ്ടാകും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ തട്ടിയാണ് ഇന്നലത്തെ ചർച്ച സമവായത്തിലെത്താതെ പിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ച പ്രധാനമാണ്. 24 മണിക്കൂർ നേരത്തെ സമയം വേണം എന്നുള്ളതാണ് കേന്ദ്രമന്ത്രിമാർ സിജെപി വക്താക്കളായ സൗരവ് ദാസിനെയും അശുതോഷ് റാങ്കയെയും അറിയിച്ചിരുന്നത്. ഇന്ന് എന്ത് നിലപാടാകും സിജെപി നേതാക്കളോട് പറയുക എന്നതാണ് പ്രധാനം. ഒരു കാരണവശാലും രാജിയിലേക്ക് പോകില്ല എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർച്ചയായ രണ്ടാം ദിവസവും വീഡിയോ സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു. ഇതിനെതിരെ വലിയ വിമർശനം സിജെപിയുടെ ഭാഗത്ത് നിന്ന് വരുന്നതും പ്രത്യേകമായി കാണണം. 37ാം ദിവസത്തിലേക്ക് സിജെപിയുടെ പ്രതിഷേധം കടക്കുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തുന്നത്. നിരവധി നിയന്ത്രണങ്ങൾ ഇതിനോടകം തന്നെ കൂടുതൽ കടുപ്പിക്കുന്ന സാഹചര്യം കൂടി ജന്തർ മന്ദറിൽ ഉണ്ട്. അതിനിടെയാണ് ഈ പറഞ്ഞതുപോലെ സോനം വാങ്ചുകിന്റെ ഒരു വീഡിയോ സന്ദേശം കൂടി വരുന്നത്. സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചതിനെതിരെ ചെറിയ വിമർശനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിരുന്നതാണ്. തന്റെ ആത്മാർത്ഥത തെളിയിക്കേണ്ട സ്ഥിതിയാണ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ ഒരു വീഡിയോ സന്ദേശം സോനം വാങ്ചുക് പുറത്തിറക്കിയിരിക്കുന്നത്. ഏതായാലും സമരം തുടരുകയാണ്. ഇന്ന് നിർണായകമായ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരുകയാണ് സിജെപി. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.